തീവണ്ടി പാളം തെറ്റിയതിനെ തുടർന്ന് തകരാറിലായ അങ്കമാലി കറുകുറ്റി വഴിയുള്ള ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചു. ഇരു ട്രാക്കുകളും സർവീസിനായി തയ്യാറായി. വിവരങ്ങളുമായി സമീർ സി വാഴങ്ങോട് ചേരുന്നുണ്ട്. സമീർ, ഇന്നലെ അപകടത്തെ തുടർന്ന് താറുമാറായ ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായും തന്നെ പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? സൗമ്യ, തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് തീവണ്ടിയുടെ 12 ബോഗികളായിരുന്നു ഇന്നലെ പുലർച്ചെയോടുകൂടി അങ്കമാലി കറുകുറ്റിയിൽ വെച്ച് പാളം തെറ്റിയത്. ഇതേ തുടർന്നായിരുന്നു ആയിരക്കണക്കിന് യാത്രക്കാർ ഈ ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് ആയിരക്കണക്കിന് യാത്രക്കാർ പെരുവഴിയിലാവുകയും ചെയ്തത്. എന്നാൽ ഇന്ന് 7:15 തന്നെ ഈ ഗതാഗതം പുനഃസ്ഥാപിച്ചു. 2 ട്രാക്കുകളിലായിരുന്നു കേടുപാടുകൾ സംഭവിച്ചിരുന്നത്. ഈ 2 പാളങ്ങളും മാറ്റിവെക്കാനുള്ള ഭാഗത്ത് മാറ്റിവെച്ച് മറ്റു തരത്തിലുള്ള അറ്റകുറ്റപ്പണികളും പൂർത്തിയാക്കി. ആദ്യം ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ട് ഇത് ഗതാഗത യോഗ്യമാണോ എന്ന് റെയിൽവേ പരിശോധിച്ചു. അതിനുശേഷം വൈദ്യുതി എഞ്ചിൻ ഉപയോഗിച്ചും തീവണ്ടി ഓടിച്ചു നോക്കി. ഇപ്പോൾ പൂർണ്ണമായും സജ്ജമാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഇപ്പോൾ ഗതാഗതം സ്ഥാപിച്ചിരിക്കുന്നത്. ഇരു ട്രാക്കുകളും സർവീസ് നടത്താൻ പൂർണ്ണ സജ്ജമാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഉച്ചയോടുകൂടി തന്നെ എല്ലാ ട്രെയിനുകളും ഓടിത്തുടങ്ങും. എന്നാൽ ഏതാനും ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട്. പാലക്കാട് എറണാകുളം മെമു സർവീസ് റദ്ദാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എറണാകുളം ഗുരുവായൂർ ഇന്റർസിറ്റി എക്സ്പ്രസും ഗുരുവായൂർ എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസും ഇന്ന് റദ്ദാക്കിയിട്ടുണ്ട്. ഗുരുവായൂർ പുനലൂർ എന്നിവയും അതോടൊപ്പം തന്നെ ഷൊർണൂർ എറണാകുളം നിലമ്പൂർ എന്നീ സർവീസുകളുമാണ് ഇന്ന് റദ്ദാക്കിയിട്ടുള്ളത്. മറ്റ് എല്ലാ സർവീസുകളെല്ലാം തന്നെ ഉച്ചയോടുകൂടി തന്നെ ഓടിത്തുടങ്ങും എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇന്നലെ ഉണ്ടായുള്ള ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഏതാനും സർവീസുകളെല്ലാം തന്നെ റദ്ദാക്കുകയും മറ്റു ചിലതെല്ലാം തന്നെ തിരിച്ചിടുകയും ചെയ്തിരുന്നു. ഈ സർവീസുകളെല്ലാം തന്നെ സാധാരണഗതിയിലാവുന്നത് നാളെയോടുകൂടി ആയിരിക്കും എന്നുമാണ് റെയിൽവേ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും വലിയ ആശങ്ക ഇടയാക്കിയ സംഭവമായിരുന്നു. എന്നാൽ അതെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ന് 7:15 സമീർ, ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചുവെന്ന് പറയുമ്പോഴും വൈദ്യുതീകരണം അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും വൈകാൻ സാധ്യതയുണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മാത്രവുമല്ല, പല ട്രെയിനുകളും വൈകി ഓടുന്നു, സ്റ്റേഷനുകൾ മാറി ഓടുന്നതും ഒക്കെ യാത്രക്കാരെ വലിയ തരത്തിൽ ബാധിക്കുന്നുണ്ടാവുമല്ലോ. തീർച്ചയായും ഇന്നും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാനും സർവീസുകൾ പൂർണ്ണമായും അതിന്റെ കൃത്യസമയത്ത് ഓടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് എറണാകുളം നിലമ്പൂർ, അതുപോലെ ഷൊർണൂർ എറണാകുളം, ഗുരുവായൂർ പുനലൂർ, എറണാകുളം ഗുരുവായൂർ ഇന്റർസിറ്റി, അതുപോലെ ഗുരുവായൂർ എറണാകുളം ഇന്റർസിറ്റി തുടങ്ങിയിട്ടുള്ള സർവീസുകളാണ് ഇന്നും റദ്ദാക്കിയിരിക്കുന്നത്. ഇത് നേരത്തെ ഷെഡ്യൂൾ ചെയ്തതിൽ നിന്നുള്ള മാറ്റം വരാണ്ടാക്കിയ സാഹചര്യം അവിടെ വൈദ്യുതി എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ഓടിച്ചു തുടങ്ങാം എന്ന് തന്നെയായിരുന്നു റെയിൽവേ അറിയിച്ചിരുന്നത്. എന്നാൽ നേരത്തെ ഷെഡ്യൂൾ ചെയ്തതനുസരിച്ച് ഈ സർവീസുകളെല്ലാം തന്നെ ഇനി ഓടിക്കാൻ കഴിയില്ല എന്നത് പിന്നീട് അവർ വ്യക്തമാക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഇത്രയും സർവീസുകൾ റദ്ദാക്കിയിട്ടുള്ളത്. എന്നാൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മറ്റിടങ്ങളിലുള്ള പിടിച്ചിട്ടും നേരത്തെ റദ്ദാക്കിയിട്ടും മറ്റുള്ള സർവീസുകളെല്ലാം തന്നെ നാളെയോടുകൂടി സാധാരണ നിലയിൽ എത്തുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എടുത്തു പറയേണ്ടത് ഈ രണ്ട് ട്രാക്കുകളിൽ ഉണ്ടായിട്ടുള്ള വലിയ വിള്ളലുകളും അത് ഞെരിഞ്ഞ് അമർന്ന ഒരു സ്ഥിതിയും ആയിരുന്നു. ഈ ഭാഗങ്ങളിലുള്ള നിർമ്മാണ പ്രവൃത്തികൾ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയതും അതോടൊപ്പം തന്നെ അവിടെ നടത്തിയിട്ടുള്ള പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഡീസൽ എഞ്ചിനും അതുപോലെ തന്നെ വൈദ്യുതി എഞ്ചിനും അവിടെ ഓടിച്ചു നോക്കുകയും ചെയ്ത ഈ 2 കാര്യങ്ങളായിരുന്നു. ഇത് പൂർണ്ണമായും അവർ അതിന്റെ ഈ ട്രാക്കുകളും സർവീസ് നടത്താൻ സജ്ജമാണ് എന്ന് കണ്ടെത്തിയെ തുടർന്നാണ് ഉച്ചയോടുകൂടി തന്നെ എല്ലാ തീവണ്ടികളും ഓടിച്ചു തുടങ്ങും എന്നുള്ള കാര്യം വ്യക്തമാക്കിയത്. അതേസമയം നേരത്തെ തന്നെ റദ്ദാക്കിയതും പിടിച്ചെടുത്തതുമായിട്ടുള്ള സർവീസുകളെല്ലാം തന്നെ നാളെയോടുകൂടി സാധാരണ നിലയിലാവുകയുള്ളൂ എന്നും വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും ട്രെയിനുകൾ റദ്ദാക്കാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്നെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം ഇപ്പോഴും ലഭ്യമായിട്ടില്ല. അങ്ങനെ ഉള്ള ഒരു സാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നും ലഭ്യമാകുന്ന വിവരം. ഇനി റദ്ദാക്കേണ്ട ഒരു സ്ഥിതിവിശേഷമില്ല. ഉച്ചയോടുകൂടെ എല്ലാ തീവണ്ടികളും ഓടിത്തുടങ്ങും എന്നുള്ള കാര്യം ആണ് റെയിൽവേ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഇരു ട്രാക്കുകളുടെയും അവിടുത്തെ അറ്റകുറ്റപ്പണികളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഗതാഗതം സാധാരണ നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയോടുകൂടിയായിരിക്കും എല്ലാ ട്രെയിനുകളും ഓടിത്തുടങ്ങുന്നത്. എന്നാൽ ഏതാനും സർവീസുകളെല്ലാം തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. അവകളെല്ലാം തന്നെ നാളെ ഉച്ചയോടുകൂടി തന്നെ ആയിരിക്കും സാധാരണ നിലയിലേക്ക് എത്തുക എന്നും റെയിൽവേ അറിയിക്കുന്നുണ്ട്. അപകടത്തെ തുടർന്ന് താറുമാറായ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചതായി റെയിൽവേ. വിവരങ്ങളാണ് സമീർ സി വാഴങ്ങോട് നൽകി.